വലിയ വാർത്ത. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ അന്തേവാസികളെ പഴയ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി. ഇവർക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉണ്ടെന്നിരിക്കെയാണ് അധികൃതരുടെ ഈ ദുരൂഹ നീക്കം. അന്തേവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ പ്രത്യേക HMC സബ് കമ്മിറ്റി രൂപീകരിച്ചതായും ആക്ഷേപമുണ്ട്. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. പൊളിഞ്ഞു വീഴാറായ ഈ കെട്ടിടത്തിൽ നിന്ന് മാറുന്നതല്ല ഇവരുടെ പ്രശ്നം. മറിച്ച് അധികൃതർ മാറ്റാൻ ശ്രമിക്കുന്ന കെട്ടിടത്തിൽ രോഗികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നതാണ്. നിലവിൽ താമസിക്കുന്ന കെട്ടിടം ഉപയോഗശൂന്യമാണെന്ന കോടതി കണ്ടെത്തലിനെ തുടർന്നാണ് അന്തേവാസികളെ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത്. ഇവർക്കായി നിർമ്മിച്ച കെട്ടിടം ഉണ്ടെന്നിരിക്കെയാണ് മറ്റൊരിടം തേടുന്നത്. ഈ കെട്ടിടം അത് ഇന്ന കാര്യത്തിനാണ് പണിഞ്ഞത്. അതുകൊണ്ട് കാല് പണിഞ്ഞ് ലൈറ്റ് അടിച്ചിടാനാ 2 കെട്ടിടം പണിഞ്ഞത്. അതിനകത്താ പോയി കിടക്കാൻ പറയുന്നത്. അതിന് ഒരു ജനൽ പോലും ഇല്ലാതെ, ഒരു അടപ്പ് പോലും ഇല്ലാതെ, ഒരേ വാതില്. മഴ പെയ്താൽ മൊത്തം ചെളിയെ അതിനകത്ത് കയറി ഇതാടെ ഇപ്പോഴത്തെ ഉരുണ്ട് വീന്ന് ഇവിടെ കിടപ്പുണ്ട്. ഈ കെട്ടിടത്തിന് ഒരു തകരാറില്ല. അന്തേവാസികൾക്കായി നിർമ്മിച്ച മാർക്കറ്റും തിയേറ്ററും അടക്കം സകലതും ചിതലടിച്ചു പോവുകയാണ്. കലക്ടർ ചെയർമാനായ HMCയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. അന്തേവാസികളുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനമെടുക്കുന്നതും HMCയിൽ ആലോചിച്ച് വേണമെന്നാണ് ചട്ടം. എന്നാൽ അന്തേവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. ഈ സബ് കമ്മിറ്റിയിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളെ ഒഴിവാക്കിയതിൽ ദുരൂഹത ഉണ്ടെന്നാണ് ആരോപണം. എന്തോ ഒളിക്കാനോ മറയ്ക്കാനോ ഉള്ളതുകൊണ്ടായിരിക്കാമല്ലോ 22-ാം തീയതി 20-ാം തീയതി മീറ്റിംഗ് 22-ാം തീയതി മാറ്റിവെച്ചതുപോലും അറിയിക്കാതെ ഇത്തരത്തിലൊരു സബ് കമ്മിറ്റി HMC കൂടാതെ തന്നെ ഒരു സബ് കമ്മിറ്റി അവിടെ എടുത്തതായിട്ട് അറിയാൻ അതിനകത്തിൽ വ്യാപക ക്രമക്കേടാണ്. അതിനകത്തിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെയും BJPയുടെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരീര താപനില ഉയരുന്നത് ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ചൂട് കൂടുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് താമസിക്കാൻ കഴിയില്ല. എന്നിട്ടും പുതിയ കെട്ടിടം നിർമ്മിച്ചതും ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്ന കെട്ടിടവും കനത്ത വെയിലേൽക്കുന്ന സ്ഥലമാണെന്നത് ഇവരോടുള്ള അവഗണന തുറന്നു കാണിക്കുന്നു. ലെപ്രസി അന്തേവാസികളുടെ പേരിലുള്ള സ്ഥലം കയ്യേറാനുള്ള ശ്രമങ്ങളും നടക്കുന്നതായാണ് ആരോപണം. ന്യൂസ് മലയാളം, ആലപ്പുഴ.